ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജാണ് വണ്ടി സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിൻ്റെ ദിവസം പറയണ്ടായിരുന്നു. എന്നാൽ കിക്കറിലൊക്കെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടിങ് ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയാം. നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ബാറ്ററി ചാർജ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് അതേപോലെ തന്നെ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിരുന്നു, ചാർജിൽ ഇട്ടായിരുന്നു. ഇത് മിരിക്കണ ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. ഇത് മിരിക്കണത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ബാറ്ററി. അപ്പോൾ നമ്മളത് ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഫുൾ ചാർജിങ് നടത്തിയിട്ട് സ്വാഭാവികമായിട്ടും ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ താക്കോൽ ഓണായി കിടക്കുക അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഓട്ടം കുറവുള്ളത് കൊണ്ടൊക്കെ ബാറ്ററി ചാർജ് ഇങ്ങനെ കുറഞ്ഞു പോകാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം ബാറ്ററി ടെസ്റ്റ് ചെയ്യാനായിട്ട്. ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് ടെസ്റ്റിൽ ഫെയിൽഡ് ആവുകയാണെങ്കിലാണ് നമുക്കത് വാറണ്ടിയിൽ മാറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ബാറ്ററിയുടെ ഔട്ട്പുട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇതാ തെളിയുള്ളൂ. ഇതിപ്പോൾ ഓക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററിക്ക് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും ചെക്ക് ചെയ്തു, അതും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങിപ്പോയതാവാമല്ലോ, താക്കോലൊക്കെ ഓണായി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും കേസിലൊക്കെ ഇറങ്ങിപ്പോയതാവാം. വേറെ കംപ്ലയിൻറ്റ് നിലവിലിപ്പോൾ വണ്ടിക്ക് ഇല്ല. ഓക്കെ. നാല് വോൾട്ടിന് മുകളിലേക്ക് വന്നുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുമ്പോഴേ. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ.